ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 73-28 വേദഭാഗം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമായിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്ന ഒരു വലിയ ആത്മീയ സത്യം, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ ചിന്ത, ദൈവ സാന്നിധ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യതയോടെ നാം കാണേണ്ടത്. അപ്പോൾ തന്നെ ആ സാന്നിധ്യത്തിനകത്ത് പൂർണ്ണമായിട്ട് ആശ്രയിക്കാനും സന്തോഷിക്കാനും സമാധാനത്തോടെ ആയിരിക്കാനും നമുക്കോരോരുത്തർക്കും ഇടവരണം. ദൈവത്തെ തൻ്റെ ആശ്രയമാക്കുകയും തൻ്റെ സങ്കേതമാക്കുകയും ആ ദൈവത്തിൽ ബലം പ്രാപിക്കുകയും ചെയ്യുന്ന ഭക്തൻ്റെ ജീവിതത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുമാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ വലിയ തീരുമാനം ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വർണ്ണിക്കണം. ദൈവമക്കളെ, പകൽക്കാലം വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആര് ദൈവ സാന്നിധ്യത്തിന് ജീവിതത്തിൽ പ്രാധാന്യത കൊടുക്കുന്നു, ആരാ സാന്നിധ്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാന്നിധ്യമാണ് എന്ന് സംതൃപ്തിയോടെ പറയുവാൻ കഴിയുന്നു. ആർക്ക് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു സങ്കേതം പോലെ അടുത്ത് എന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് അവരുടെ നാവ് കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട് ആ ദൈവത്തിൻ്റെ സകല പ്രവർത്തികളെയും മറ്റുള്ളവരുടെ മധ്യത്തിങ്കൽ വർണ്ണിക്കുവാൻ ഇടവരും. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകർ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ ഇടവരും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം പ്രാധാന്യതയോടെ നമുക്ക് കാണുവാൻ കഴിയട്ടെ. ആ സാന്നിധ്യത്തെ സംതൃപ്തിയോടെ അഭയം പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ അനേകരോട് വർണ്ണിക്കുവാൻ, പറയുവാൻ നമ്മൾ തയ്യാറായാട്ടെ. സ്വർഗീയ കർത്താവെ, ദൈവത്തിൻ്റെ പാദവീടെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആമെ തരുന്ന എല്ലാ സന്തോഷകരമായ സമാധാനപരമായ അനുഭവങ്ങൾക്ക് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.